നമസ്കാരം. കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് 2 കോടി രൂപയുടെ സ്വർണം കവർന്നത്രേ. എത്ര? 2 കോടി രൂപയുടെ. കേരളത്തിൽ കൊട്ടാരമെന്ന് വേണമെങ്കിൽ ചിലർക്ക് ഇപ്പോഴും പറയാം. പക്ഷേ തലസ്ഥാനത്തെ ഒരു വീട്ടിനകത്ത് 2 കോടി രൂപയുടെ സ്വർണം സൂക്ഷിച്ചിരിക്കുകയാണ്. എവിടെ നിന്നാണ് ഈ സ്വർണം? ഈ കൊട്ടാരവും രാജാവും ഒക്കെ പോയിട്ട് കാലം കുറയായി. നേരത്തെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കളവ് പോകാറുണ്ട് എന്ന പരാതി ഉയർത്തിയത് അവിടുത്തെ ഒരു അന്തേവാസിയായിരുന്നു. പിന്നീട് അതിനെ സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ സ്വർണം പലതും ഊരിക്കൊണ്ട് പോയിരുന്നു എന്നുള്ള ആക്ഷേപവും ശക്തമായിരുന്നു. പക്ഷേ അതല്ല വിഷയം. എവിടെ നിന്നാണ് ഈ കവടിയാർ കൊട്ടാരത്തിലൊക്കെ ഇപ്പോഴും ഇത്രയും സ്വർണം? അത് പഴയ രാജാക്കന്മാരല്ലേ എന്ന് വേണമെങ്കിൽ ന്യായീകരിക്കാം. രാജാവ് എവിടെ നിന്നാണ്? സ്വർണം ആകാശത്തുനിന്ന് പറിച്ചിട്ടോ? അല്ലെങ്കിൽ രാജാവിന് സ്വർണം കായ്ക്കുന്ന മരം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അന്നും രാജാക്കന്മാർ ജീവിച്ചിരുന്നത് ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് കപ്പം പിരിച്ചുകൊണ്ടാണ്. അതായത് ഇന്ന് നമ്മൾ പറയും റവന്യൂ അല്ലെങ്കിൽ നികുതി എന്ന് പറയും. അപ്പോൾ ജനങ്ങളുടെ പണമാണ് ഏതെന്ന് പറയുന്നത് രാജാവിൻ്റെ കയ്യിലിരുന്നത്. അതായത് അന്നും ഇവിടുത്തെ പാവപ്പെട്ടവൻ അധ്വാനിക്കുന്നതിനെ കപ്പം പിരിച്ചെടുത്ത് ആ കപ്പമാണ് അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് പാവങ്ങളും അന്നത്തെ ധനികരെല്ലാം കാണിക്ക കൊടുത്തതാണ് ഇവരുടെ കൈവശമുള്ള സ്വർണങ്ങൾ. അല്ലാതെ രാജാവ് കുഴിച്ചെടുത്തിട്ടില്ലല്ലോ, സ്വർണ്ണഖനിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ അവർക്കിതെല്ലാം ജന്മനാ ഉണ്ട്. എവിടെ നിന്ന്? ജന്മനാ ഒന്നും ആർക്കും ഈ നാട്ടിലൊന്നും ഇല്ല. ഏതെങ്കിലുമൊക്കെ അന്നത്തെ കാലത്ത് വെട്ടിപ്പിടിച്ചതാണ് കൈവശമുള്ളത്. ആ സ്വർണത്തിൻ്റെ ഒരു വിഹിതമാണ് ഇപ്പോൾ കട്ടുകൊണ്ട് പോയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ കവടിയാർ കൊട്ടാരത്തിനകത്ത് കയറി ഇറങ്ങി നിരങ്ങുന്നത് ആരാണ്? നല്ല 916 സംഘികളാണ് ഈ പറയുന്ന കവടിയാർ കൊട്ടാരത്തിലുള്ളവർ. അവിടെ സംഘികളാണ് യഥേഷ്ടം കയറി വിഹരിക്കാറുള്ളത്. ഈ അടുത്ത ദിവസം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സംഘികളെല്ലാം പോയി ഈ തമ്പുരാട്ടി എന്ന് പറയുന്ന നമ്മുടെ ലക്ഷ്മിഭായി ഉണ്ടല്ലോ, അവരെ പൊക്കിക്കൊണ്ടുവന്ന് ആ രാജപാതയിലൂടെ എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ തൊഴുതുകൊണ്ട് നടക്കുന്ന ഒരു ദൃശ്യമുണ്ടായിരുന്നു. അന്ന് അവരെ കൊണ്ടുവന്ന് ഇങ്ങനെ നടത്തിക്കാൻ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത്. ഇവർ നടക്കാൻ പോയി, ബാക്കിൽ കൂടെ അവന്മാർ പോയി എന്ത് ചെയ്തു? സ്വർണം അടിച്ചുകൊണ്ട് പോയതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ വേറെ ആരെയും സംശയിക്കേണ്ട കാര്യമില്ല. അവിടെ വരുന്ന സംഘികളെ, അതായത് യവന്മാരുടെ നോട്ടം എവിടെ ചെന്നാലും എന്തിലാണ്? അവിടുത്തെ മുതലുകളിലാണ്. ആ മുതലുകളിൽ യവന്മാർ ആരോ ഒരുത്തൻ ചാമ്പിക്കൊണ്ട് പോയതാണ്. കണ്ണടച്ച് വിശ്വസിച്ച ഈ തമ്പുരാട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ കൊട്ടാരത്തിലുള്ളവർക്ക് വരെ അവന്മാർ പണി കൊടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാതെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ ഇതിനകത്തേക്ക് കയറാറുണ്ടോ? ഇല്ലല്ലോ. തമ്പുരാട്ടിമാർക്ക് താല്പര്യമുള്ളത് ആരോടെയാണ്? ഇവിടുത്തെ സവർണ സംഘികളോടാണല്ലോ. സവർണ സംഘികളോട് മാത്രമാണല്ലോ അയിത്തമില്ലാതെ ഉള്ളത്. ബാക്കിയുള്ളവരോടെല്ലാം അയിത്തം കാട്ടി നടക്കുന്ന കൊട്ടാരത്തിനകത്ത് 2 കോടി രൂപയുടെ സ്വർണം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരുത്തരും അധ്വാനിച്ചതല്ല. ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ നികുതി എന്നുള്ള നിലയ്ക്ക് കപ്പം പിരിച്ചെടുത്ത നാട്ടുകാരുടെ പണത്തിന്റെ ഒരു വിഹിതമാണ്. അതിപ്പോ ആരോ അടിച്ചോണ്ട് പോയി. അടിച്ചോണ്ട് പോയത് വേറെ ആരുമല്ല, സംഘിയെ വീട്ടിൽ കയറ്റിയോ? പണി എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. അതിന്റെ ഭാഗമാണ് ഈ കാണുന്നത്. കേരളത്തിലെ കൊട്ടാരങ്ങളായിക്കോട്ടെ ഇല്ലങ്ങളായിക്കോട്ടെ, നിങ്ങൾക്കറിയില്ലേ ശബരിമല തന്ത്രി സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ സന്ദർഭത്തിൽ ആരാണ് ഓടിപ്പാഞ്ഞ് അവിടെ ചെന്നത്? സന്ദീപ് ബചസ്പതി ഉൾപ്പെടെയുള്ള BJP നേതാക്കന്മാർ എന്തിനാണ് ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് തന്ത്രിക്ക് ബന്ധമുണ്ടെന്ന് അറിഞ്ഞ ഉടനെ പാഞ്ഞു കയറി അവിടെ ചെന്നത്? ഇനി അവിടെ വല്ല കോടികളോ സ്വർണങ്ങളോ ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ അത് അടിച്ചുകൊണ്ട് പോയാൽ തന്ത്രിക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ കൂടിയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വാ തുറക്കുന്നില്ല. എന്തായാലും കവടിയാർ കൊട്ടാരവുമായി ബന്ധപ്പെട്ട് 2 കോടി രൂപയുടെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു വലിയ വാർത്തയാക്കേണ്ടതാണ്. പക്ഷേ ചെറിയ കാർഡുകളിൽ ഒതുക്കിക്കൊണ്ട് വലിയ ചർച്ചയാക്കാതെ മാറ്റുന്നതെന്ന് പറഞ്ഞാൽ ആ സ്വർണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വരികയാണെങ്കിൽ അത് എവിടെ നിന്നാണ്, അതിൻ്റെ സോഴ്സ് എന്താണ്, അത് ആരാണ് ഇവർക്ക് കൊടുത്തത് എന്ന ചോദ്യങ്ങളൊക്കെ ഉത്തരം പറയേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് ഒരു വാർത്ത പൊടുന്നനെ വരുന്നു. പിന്നെ അതിനെ സംബന്ധിച്ച് മറ്റ് യാതൊരു തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അടങ്ങിയ ഒരു വാർത്തയും വരുന്നില്ല എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയോ ആ വാർത്ത കൂടുതൽ ചർച്ചയാക്കണ്ട എന്ന നിലയിലേക്ക് ചവിട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇത്തരം സ്വർണങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അത് അവർ അധ്വാനിച്ചുണ്ടാക്കിയതല്ല, കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ല. ഈ നാട്ടിൽ ഇന്നലകളിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ അധ്വാനത്തിന്റെ ഒരു വിഹിതമാണ് ഈ പറയുന്ന കൊട്ടാരക്കാരുടെ കൈവശമുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് അവരുടെ ഭൃത്യരായിട്ട് അതിനകത്ത് കയറി ഇറങ്ങി നടക്കുന്ന ഏതോ സവർണ സംഖ്യ അടിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം.